ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിലാണ് ശ്രീ ചാമുണ്ടേശ്വരി അഥവാ ചാമുണ്ഡി ദേവി കുടികൊള്ളുന്നത്. ആദിപരാശക്തിയുടെ കാളീഭാവമാണ് ചാമുണ്ടേശ്വരിക്ക്. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി എന്നീ 3 ഭാവങ്ങളും ദേവിക്ക് കൽപ്പിക്കപ്പെടുന്നു. പുഞ്ചിരി തൂകുന്ന ഭഗവതിയുടെ മനോഹരമായ പഞ്ചലോഹ പ്രതിഷ്ഠയാണ് ഇവിടെയുള്ളത്. ചുവന്ന പൂക്കൾ കൊണ്ടുള്ള രക്തപുഷ്പാഞ്ജലിയാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ദുരിതശാന്തിക്കും സർവൈശ്വര്യത്തിനുമായി ദിനംതോറും നിരവധി ഭക്തർ ഇവിടെ എത്തുന്നു. ഐതിഹ്യപരമായും ചരിത്രപരമായും ഒട്ടേറെ സവിശേഷതകളുള്ള ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ദേവീ സങ്കല്പത്തെ പ്രത്യേകം ശ്രീകോവിലിൽ 3 ചാമുണ്ഡി, രക്തചാമുണ്ഡി, ബാലചാമുണ്ഡി എന്നീ രീതിയിൽ ആരാധിക്കുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നത്. തലമുറക്കാരും ജ്യോതിഷ പണ്ഡിതന്മാരും 600 വർഷത്തിൽ ഏറെ പഴക്കം നിർണയിച്ചിട്ടുള്ള ക്ഷേത്രമാണ് കരിക്കകം ശ്രീ ചാമുണ്ഡി ക്ഷേത്രം. ഈ ദേശത്തിൻ്റെ ഐശ്വര്യ ദേവതയാണ്. രാജഭരണകാലത്ത് സത്യം ചെയ്യുന്നതിന് വേണ്ടി കാര്യനിർവഹണം സങ്കേതമായി ഈ ക്ഷേത്രം പരിലസിച്ചിരുന്നു. പ്രധാന ശ്രീകോവിൽ കൂടാതെയുള്ള മറ്റൊരു ശ്രീകോവിലിലാണ് രക്തചാമുണ്ഡി കുടികൊള്ളുന്നത്. കരിക്കകം ക്ഷേത്രത്തിലെ ഏറ്റവും പ്രസിദ്ധവും തിരക്കേറിയതുമായ ഒരു നട കൂടിയാണിത്. ഉഗ്രരൂപത്തിലുള്ള കാളിയാണ് രക്തചാമുണ്ഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദേവീ മാഹാത്മ്യപ്രകാരം ചണ്ഡികാദേവിയുടെ പുരികക്കുടിയിൽ നിന്നും അവതരിച്ച ചണ്ടമുണ്ടന്മാരെ വധിച്ചതിന് ശേഷമുള്ള രൗദ്രഭാവമാണ് രക്തചാമുണ്ഡിക്ക്. സദാ അടഞ്ഞുകിടക്കുന്ന ഈ നടയിൽ നടതുറപ്പ് വഴിപാട് നടക്കുന്ന അവസരത്തിൽ 1 മിനിറ്റ് മാത്രമാണ് ദർശന സമയം. സൗമ്യ സുന്ദര രൂപത്തിലുള്ള ഭഗവതിയാണ് മറ്റൊരു ശ്രീകോവിലിൽ കുടികൊള്ളുന്ന ബാലചാമുണ്ഡി. സരസ്വതി ഭാവം കൂടി ഈ ഭഗവതിയിൽ സങ്കല്പിച്ചിരിക്കുന്നു. കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈ നടയിൽ ദർശനം നടത്തിയാൽ പരിഹാരമുണ്ടാകുമെന്നാണ് വിശ്വാസം. ദമ്പതികൾ കുട്ടികളുടെ ഉയർച്ചയ്ക്കും ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി ഇവിടെ എത്തി പ്രാർത്ഥിച്ചു മടങ്ങുന്നു. കുട്ടികളുടെ അസുഖങ്ങൾ, വിവാഹം നടക്കുവാൻ വേണ്ടി ഇതിനെല്ലാം നട തുറന്ന് പ്രാർത്ഥിക്കുന്നതാണ് ബാലചാമുണ്ഡി. ഈ അമ്പലത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി നട തുറന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നത്. ഈ രക്തചാമുണ്ഡി നടയും ബാലചാമുണ്ഡി നടയും നമുക്ക് നട തുറപ്പിച്ച് നമ്മൾക്ക് മാത്രം മുൻപിൽ നിന്ന് ദേവിയോട് പ്രാർത്ഥിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രമാണ്.